കത്തി അങ്ങോട്ട് കയറട്ടെ. ഇന്നത്തേക്കൊരു പണിയായി. ഇവിടെ കുറേ പാർട്ടികളുണ്ട്. രാഷ്ട്രീയ പാർട്ടി എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, കുറേ ആളുകൾ. ഇവരെന്തിനാ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നതെന്ന് ഇവർക്ക് തന്നെ അറിയാവോ? ഇവന്റെയൊക്കെ ബ്ലഡ് പ്രഷർ കൂടി ഇവരൊരു ദിവസം ഇരുന്ന് പണിയെടുത്താൽ എന്താ കിട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇവരുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പാലസ്തീനും സിറിയ, ഗാസ, യുക്രൈൻ, ഇപ്പതെ അമേരിക്ക, ട്രംപ്, വെനിസ്വേല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര കച്ചറ ഇവിടെ കിടന്നുണ്ട്. ഇത് ഈ കേരളത്തിന്റെ ഇട്ടാവട്ടത്തിൽ ഏതോ മൂലയ്ക്ക് കിടന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇവരെന്താ ഉദ്ദേശിക്കുന്നത്? ഇവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തെങ്കിലും ചികിത്സ ഉണ്ടോ ഇതിനൊക്കെ? അമേരിക്ക ഞെട്ടി. അമേരിക്ക പേടിച്ച് തൂറുമായി പോയിരുന്നു. തൂറി നാറ്റിക്കവിടെ എറിഞ്ഞു തൂറുക എന്നൊക്കെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ പോലെ. അണ്ണൻ ആരാ എവിടെന്നാ എന്തോ വന്നെന്ന് എനിക്കറിയത്തില്ല. ഇയാളുടെ പ്രശ്നം എന്തുവാ? അമേരിക്ക വിചാരണ ചെയ്യപ്പെടും. ഇന്നലെ തൊട്ട് തുടങ്ങിയതാ. എവിടെയോ ഇരിക്കുവാന്ന് കുറച്ചാൾ. ഇയാളെ ഞാൻ ആദ്യമായിട്ട് കാണും. ആരുടെ ഏത് പാർട്ടിക്കാരനാണെങ്കിലും കൊള്ളാം. നല്ല ഒന്നാന്തര അലമ്പ്. ഇവിടെ കിടന്ന് ഇതൊക്കെ വിളിച്ചു പോകേണ്ട കാര്യം എന്തുവാ? ഇവിടെ ഇല്ലാത്ത പ്രശ്നമില്ല. എല്ലാ ദിവസവും പത്രം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ വില പത്രം വായിക്കുക പറയുന്നത് ഈ ഇതിനകത്തോട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ബലാത്സംഗം, പീഡനം, പിടിച്ചു വരും, മോഷണം, ദാരിദ്ര്യം, ആത്മഹത്യ, ഇതെല്ലാം ഈ കേരളത്തിൽ ഇതിൽ കൂടുതൽ ആൾക്കാർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുക. ഒരു വർഷം ഈ പറഞ്ഞ അമേരിക്ക കൊല്ലുന്നതിനേക്കാൾ കൂടുതൽ ഇന്ത്യയിൽ ആളുകൾ മരിക്കുന്നുണ്ട്, കൊല്ലുന്നുണ്ട്. ദാരിദ്ര്യം കാരണം, പട്ടിണി കാരണം ഒക്കെ മരിക്കുക. അതിനൊന്നും ഒരു കുഴപ്പമില്ല. അങ്ങ് വെനിസ്വേല സംഘർഷങ്ങൾ ഉണ്ടാക്കിയതിന് അമേരിക്ക വിചാരണ ചെയ്യപ്പെടും. വിയറ്റ്നാമിലെ അധിനിവേശം നടത്തിയതിന് അമേരിക്ക വിചാരണ ചെയ്യപ്പെടും. ഓ ശരി ശരി മുതലാളി, ശരിക്കും മുതലാളി അമേരിക്ക വിചാരണ ചെയ്യപ്പെടട്ടെ. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അമേരിക്ക വിചാരണ ചെയ്യപ്പെടും. അതിന് നമ്മൾ എന്ത് വേണം അതാ പറയണേ. എനിക്കതാ മനസ്സിലാകാത്ത. ഇവിടുത്തെ പ്രശ്നം എന്താ? ഇയാൾക്ക് എന്താ വേണ്ടെന്ന് ചോദിക്കാം. ക്യാമറ പിടിച്ചോണ്ടിരിക്കുന്നവൻ ചോദിക്കണം, ചേട്ടൻ എന്താ വേണ്ടേ? ചേട്ടൻ എന്തിനു വേണോ? എന്തോ മേടിച്ചു തരണ്ടേ? ഇത് നിർത്താൻ എന്തിനും വേണോ എന്ന് ചോദിക്കും. അല്ല ഇത് ചെയ്യുന്നതുകൊണ്ട് ചേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ ആയിരിക്കും എന്തോ. പാലസ്തീനിലെ 10,000-കണക്കിന് മനുഷ്യരെ വംശഹത്യ ചെയ്ത ഇസ്രായേലിനെ ചേർത്ത് പിടിക്കുന്ന അമേരിക്ക ഇസ്രായേലിനെ പോലെ ഒരിക്കൽ വിചാരണ ചെയ്യപ്പെടും എന്ന ഇസ്രായേൽ വിചാരണ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക. അവിടെയുള്ള മനുഷ്യർക്കൊക്കെ നല്ല സുഖമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യമുണ്ട്. ഇസ്രായേലിന് എല്ലാ തരത്തിലുള്ള ടെക്നോളജി ഡെവലപ്പ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ളവർ ആയുർദൈർഘ്യം വരെ കൂടുതലാണ്. ഇവിടുത്തെ പോലെ ഇവിടെ കിടന്ന് നരകിച്ച് ഇവനൊക്കെ കഷ്ടപ്പെടുമായിരിക്കും. ഇവിടെ കിടന്ന് ഈ മസിൽ പിടിക്കുന്നവർ പറയുന്ന കേട്ടവർക്ക് അമേരിക്ക ഇസ്രായേലും ഒക്കെ ഉണ്ടെങ്കിൽ ദുരിതത്തിലാണ്, ദാരിദ്ര്യത്തിലാണ്. എങ്ങനെയാണേലും എന്തുവാ അവിടെ കുഴപ്പമൊന്നുമില്ല. അവരല്ല സുഖമായിട്ട് ജീവിക്കുന്നു. ഇവിടെ കുറേ എണ്ണം. ഇനി അവന്മാരുടെ രാഷ്ട്രീയം എന്താണെന്ന് പോലും അറിയത്തില്ല. അവിടെ എന്താ നടക്കുന്നതെന്ന് സത്യത്തിൽ ആർക്കും പ്രത്യേകിച്ച് വലിയ പിടിയൊന്നും ഇല്ലെന്നേ. ഇവിടെ ഓയിലുണ്ട്, മറ്റുണ്ട്, മറിച്ചുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അവിടുത്തെ ആളുകൾക്ക് പകുതി പേർക്ക് പ്രശ്നമുണ്ട്, പകുതി പേർക്ക് പ്രശ്നമില്ലത്ര. ഈ പറഞ്ഞ അവരുടെ നേതാവിനെ അങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ എന്തോ ചെയ്യാനാന്ന് പറയുന്നത്. എന്നാൽ അമേരിക്ക കൊള്ളാം കേട്ടോ. ഇത്തരത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കയറി പണിയെടുത്ത് കളയും. വല്ലാത്ത മനുഷ്യര്. വേണ്ട വേണ്ട. ഓക്കെ അവര് തയ്യാറാവും. ഇനി ഇയാള് പറയാൻ വെയിറ്റ് ചെയ്തായിരിക്കും. പേര് പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്താണ് കേട്ടോ അമേരിക്ക. ഇനിയിപ്പോ പൊക്കോളും. അമേരിക്കക്ക് മതിയായി കാണും. ഇത് കേട്ട പാടെ രക്ഷപ്പെട്ട് ഓടുമായിരിക്കും അമേരിക്ക. ഇപ്പൊ അവിടെ നിന്ന് മതിയായെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളെ വിട്ടേക്കണേ, ഞങ്ങളെ ഉപദ്രവിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഏത് അതവർക്ക് അറിയത്തില്ല. ഇതൊക്കെ എനിക്കും അറിയത്തില്ല. അമേരിക്കയ്ക്ക് അധികാരമില്ല. മിസ്റ്റർ ട്രംപ്, നിങ്ങൾക്ക് നാണമുണ്ടോ എന്ന് ഞങ്ങൾ ചോദിക്കുന്നില്ല. വേണ്ട. നിങ്ങൾക്ക് അന്തസ്സുണ്ടോ എന്ന് ഞങ്ങൾ ചോദിക്കുന്നില്ല. നിങ്ങൾ ജനാധിപത്യത്തെ അംഗീകരിക്കുമോ എന്ന് ഞങ്ങൾ ചോദിക്കുന്നില്ല. ചോദിക്കണ്ട, അതായിരിക്കും നല്ലത്. അതിശക്തമായ നിലപാട് അമേരിക്കക്കെതിരെ സ്വീകരിക്കണം. അതും അവർ നോക്കിക്കോളും. ചേട്ടൻ പറഞ്ഞ സ്ഥിതിക്ക് എന്താണല്ലോ UN അതിന് വേണ്ടുന്ന നടപടി എടുക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പ്രത്യേകിച്ച് ഈ രാത്രി സമയം, സന്ധ്യാസമയങ്ങളിലൊക്കെ ഇങ്ങനെ വന്ന് നിന്ന് മീഡിയയോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പേടിക്കും. മാനവരാശി, ലോകത്തെ മുഴുവൻ രാഷ്ട്രങ്ങളിലെയും മനുഷ്യത്വമുള്ള മനുഷ്യർ, അമേരിക്കയിലെ തന്നെ മനുഷ്യർ, നല്ലവരായ മനുഷ്യർ ട്രംപിനെതിരാണ്. പിന്നെ സ്വാഭാവികം. ആരാ എതിരല്ലാത്ത? മനുഷ്യത്വമുള്ളവരാണോ എതിര്, മനുഷ്യത്വം ഇല്ലാത്തവരാണോ എതിര് എന്നൊന്നും അറിയാൻ പറ്റത്തില്ല. എന്ത് പറഞ്ഞാലും ഇപ്പൊ മോഡിക്ക് ഇവിടെ ഉള്ളവരല്ലേ എതിരല്ലേ? ഇവിടെ ഉള്ളവരെല്ലാം മനുഷ്യത്വമുള്ളവരൊക്കെ മോഡിക്ക് എതിരാകുന്നതിന് വല്ല കാര്യമുണ്ടോ? ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ വെനസ്വേലയിലുള്ളവർ മനുഷ്യത്വമുള്ളവരാണോ ഈ വെനസ്വേലൻ പ്രസിഡന്റിനെ ഇവിടെ വിരോധമുള്ളവരെന്ന് ആർക്കറിയാം?
അപ്പോൾ അവിടെ ഉള്ളവർക്ക് ഈ സാധനം ബാധകമല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് മനുഷ്യത്വവും നമുക്ക് താല്പര്യമില്ലാത്തവർക്ക് മനുഷ്യത്വം ഇല്ല എന്നൊക്കെ പറഞ്ഞ പോലെ പരിപാടിയേ ഉള്ളൂ. അല്ല വലിയ കാര്യമൊന്നുമില്ലെന്നത്. ഈ പ്രശ്നമൊക്കെ അവർ ഈസി ആയിട്ട് സോൾവ് ചെയ്യും. മറ്റൊരു രാഷ്ട്രത്തിലേക്ക് കടന്നു കയറുന്ന ഈ ട്രംപ് വിചാരണ ചെയ്യപ്പെടണം. അർഹമായ ശിക്ഷ ട്രംപിന് കിട്ടിയേ മതിയാകൂ എന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. പുട്ടിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞോ? വിമാനമായ പ്രിയപ്പെട്ട കാസ്ട്രോയ്ക്ക് വേണ്ടി പ്രിയപ്പെട്ട ചെഗുവേര എഴുതിയ കവിതയിലെ വരികൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മുടിവരോട്, അദ്ദേഹത്തിന്റെ രാഷ്ട്രത്തിലെ ജനതയോട്, അദ്ദേഹത്തിന്റെ കഷ്ടമുണ്ട്. എന്തുവാണ് ഇവനൊക്കെ? എന്തൊരു കഷ്ടമാണ് നോക്കിക്കോണേ. എന്തൊരു ദുരന്തമാണ് ഇത്. ഇവന് മതിയായില്ല ഇതുവരെ. ട്രംപിന്റെ ഉടനെ അങ്ങ് കോലം അങ്ങ് കത്തിച്ചു. ഡിവൈഎഫ്ഐക്കാർക്ക് എന്താ പ്രശ്നം? ഇവിടെ ഒരു പ്രശ്നമില്ല പ്രതിഷേധിക്കാൻ. ഈ കഴിഞ്ഞിടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ഇതിനൊന്നും പ്രതിഷേധിക്കാതെ ട്രംപിന്റെ മണ്ടയ്ക്കോട്ട് കയറാൻ പോവാ. എന്തോ കാര്യവും പുള്ളി അങ്ങ് തകർക്കുവാണ്. ഇയാൾ ഇറങ്ങി തിരിച്ചേക്കുക. ഡിവൈഎഫ്ഐ ആണോ എന്തുവാണോ ആർക്കറിയാം. എന്താണേലും കൊള്ളാം. നല്ല ഒന്നാം തരം വാണ പരിപാടി. വാണമെന്ന് പറഞ്ഞ ഭൂലോക വാണം. ഇങ്ങനത്തെ വാണത്തരങ്ങൾ ഇനിയെങ്കിലും ഡിവൈഎഫ്ഐക്ക് നിർത്തിക്കൂടെ? പണ്ട് MTVക്കെതിരെ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. കമ്പ്യൂട്ടർ വന്നപ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുന്നു. കൊയ്ത്ത് മെഷീൻ വന്നപ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുന്നു. ഇപ്പൊ അതേണ്ട ട്രംപ് അവിടെ കാണിക്കുക അതിനെതിരെ ഇവിടെ കിടന്ന് പ്രതിഷേധിക്കുന്നു. ഇവന്മാർക്ക് വേറെ പണി എന്നിട്ട് വേറെ വല്ല പണിക്ക് പോടാവും. എനിക്ക് അത്രേ പറയാനുള്ളൂ. അല്ല ഇവിടെ കിടന്നോണ്ട് ട്രംപ് പുട്ടിൻ ചൈന ഇവന്മാർക്ക് വേറെ പണിയൊന്നുമില്ല. മുഖ്യമന്ത്രി പോകുന്ന അമേരിക്കയിലെ ചികിത്സിക്കാൻ. അവരെങ്ങനെ ഉണ്ടാക്കിയ പൈസയ്ക്കായിരിക്കും. അപ്പൊ അങ്ങനെ ഈ ആശുപത്രിക്ക് പണിത് വെച്ചേക്കുന്നത്. അങ്ങോട്ടൊക്കെ പോകാവോ? ഇവരെയൊക്കെ പറഞ്ഞുകൊണ്ട് അമേരിക്കയിലോട്ട് പിന്നെ തിരിച്ചു വന്ന മേലെ ഇത് പറയത്തില്ല. ചുമ്മാ ഓരോ നമ്പർ ഉടായ്പ തരികിടയായത്. ഇതൊരു തരികിടയാ. ഇവിടെ എങ്ങും ഒരു പ്രശ്നമില്ലാത്ത പോലെയാണോ? ഈ നാട്ടിൽ എന്തോരം ദുരിതവും നടക്കുന്നു. ഇന്നവരെ ഇവനൊന്നും കണ്ടിട്ടില്ല. എവിടെയായിരുന്നു അളിയൻ? ട്രംപിനോട് എന്തോ പ്രശ്നം. ഇവന്റെ ട്രംപ് ഇവന്റെ വല്ല എടുത്തോണ്ട് പോയിട്ടുണ്ട് പണ്ട് കൊച്ചിലെ വല്ലതും. നാണക്കേട്. ഇങ്ങനെയുണ്ട് വൃത്തികെട്ടവന്മാർ. ഈ ഇസ്രായേലിലും ഗാസയിലും പാലസ്തീനിലും എന്തെങ്കിലും പ്രശ്നമുണ്ടാവും ഇവിടെ കിടന്ന് ഇസ്രായേലിനെതിരെ ഭയങ്കര പ്രതിഷേധവും പ്രകടനവും ആലമ്പും കച്ചറയും കോലം കത്തിക്കലും തെറിവിളിയും എല്ലാം നടത്തുന്നതാണ്. എന്തിനാ? എന്ത് കാര്യത്തിന് എന്ത് ഗുണം അവിടെ ഉള്ളവർക്കുള്ളത്? ഇതൊക്കെ വല്ല വെനിസ്വേലക്കാർ കാണും അറിയോ? ട്രംപൊക്കെ ഇത് അറിയുന്നുണ്ടാവൂ? ഇയാൾ മലയാളത്തിൽ പറയുന്നതുകൊണ്ടാണ്. ഇംഗ്ലീഷിൽ പറയാൻ ചിലപ്പോൾ ട്രംപിന്റെ അടുത്ത് എത്തിയേനെ. അതിനുള്ള വിദ്യാഭ്യാസം ഉള്ളവരൊക്കെ വേണം ഇന്റർനാഷണൽ വിഷയങ്ങളിൽ ഇടപെടാൻ. അല്ലാതെ ഈ ലോക്കലിൽ കിടന്ന് കറങ്ങുന്ന മലയാളം മാത്രം അറിയാവുന്നൊരുത്തൻ എന്തിനാണ് ട്രംപിന്റെ വിഷയത്തിൽ ഇടപെടുന്നത്? അല്ലേ? ട്രംപിനോട് സംസാരിക്കാൻ അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ എന്ത് ചെയ്യും? അവിടെ ചെന്നിട്ട് ഇതുപോലെ കിടന്ന് കവിത വായിക്കുവോ? സൂര്യൻ തെക്കാണൊതിച്ചത് മറ്റാണോ അവിടെ പോടാ മൈരേ എന്ന് പറയും. അപ്പഴേ ട്രംപ് പിടിച്ചിട്ട് പോടാ എന്നൊക്കെ വിളിക്കും. വേണമെങ്കിൽ അങ്ങോട്ട് ചെന്നേച്ച് ആ പ്രദേശത്ത് എടുക്കാൻ പറ്റത്തില്ല. ഓരോ വാണങ്ങൾ ഇവിടെ കിടന്നങ്ങ് മെഴുകുക. ഇവിടെ ഒന്നും ഒരു പ്രശ്നമില്ലാത്ത. എനിക്ക് ഇത് കാണുമ്പോൾ ഈ ചുരുന്ന് കയറുന്നത്. ഇവർക്ക് എന്തിന്റെ കേട്? ഭയങ്കര അന്താരാഷ്ട്ര വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നുള്ള ധാരണയിലാണ് വന്നു എന്ന് പറയുന്നത്. ഇവരെയൊക്കെ ആയാലും പട്ടി അറിയുന്നുണ്ടോ അവിടെ? ഈ കണ്ട എവിടെയെങ്കിലും അറിയാം? ഈ ഇട്ടാവട്ടത്തുള്ള ഈ കൊച്ചു ന്യൂസിനകത്ത് വരുന്ന അല്ലാതെ ഏതെങ്കിലും പട്ടിക്ക് പോലും അറിയത്തില്ല അവിടെ. ഒരു പ്രയോജനമില്ല ഇവന്മാരോട് കിടന്ന് എന്ത് കാണിച്ചാൽ. ഇവിടെ കുറച്ച് കച്ചറ ഉണ്ടാക്കാം, ഇതുപോലെ ഒരു കവിത എഴുതിക്കൊണ്ട് സമയം കളയാം. എന്ത് ജന്മമാണോ ഇതൊക്കെ? കഷ്ടം. ഇന്നേ വരെ ലോകത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഈ മലയാളിയെ കൊണ്ട് ഉണ്ടായിട്ടുണ്ടോ? അമേരിക്കയിലൊക്കെ പോയിട്ട് അവിടെ കിടന്ന് കച്ചറ, അവിടെ നിന്ന് ആൾക്കാർ അടിച്ചിറക്കാൻ പോകും. ഈ നാറുകളെ കൊണ്ടുള്ള ഗുണം ഇതൊക്കെയാണ്. അതിനിടയല്ല വെനസ്വേല, ഉക്രൈൻ, പാലസ്തീൻ, ഗാസ, ഇസ്രായേൽ, കോപ്പ് എടുത്തോണ്ട് പോടെ. നീ അത് നിന്റെ ചുറ്റുവട്ടത്ത് ഇറങ്ങി നോക്കി, ഈ പുറത്തോട്ട് ഇറങ്ങി നോക്കി ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. നീ ജീവിക്കുന്ന ചുറ്റുപാടിൽ മനസ്സിലായി എന്നും ദുരന്തമായിട്ട് ജീവിക്കുന്ന മനുഷ്യരുണ്ട്. അത് കാണാതെ അവൻ അപ്പം തന്നെ ആ ട്രംപിന്റെ ട്രംപിനെ ഉണ്ടാക്കാനേ ഈ ലോകരാജ്യം മൊത്തം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും. അല്ല എവിടെല്ലാം എന്തെല്ലാം നടക്കുന്നുണ്ട്, എന്തെല്ലാം സംഭാഷണങ്ങൾ, എന്തെല്ലാം ചർച്ചകൾ, ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഇടയില ലവം വന്നേക്കുക. ഇതൊന്നും അറിയാതെ ഇവനൊന്നും ഇടപെടത്തില്ല. ചൈന ഇടപെടത്തില്ല, റഷ്യ അതിനിടെ കൊണ്ടുവന്ന് കുറച്ച് ഏതാണ്ട് വിമാനങ്ങൾ ഇറക്കി കൊടുത്തു, യുദ്ധ കോപ്പുകൾ ഏതാണ്ട് വണ്ടിയൊക്കെ കൊടുത്തു, ട്രക്കോ ടാങ്കറോ ഏതാണ്ട് കൊണ്ട് ഇറക്കി കുറെ പേര് അത് പറയുന്നു. അവിടെ ഓയിലുണ്ട്, അത്രയും ഓയിലാണ് അയാളുടെ ലക്ഷ്യം, ഗോൾഡ് മെയിലുണ്ട്, ഏണ്ടൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത്. എന്താണെങ്കിലും വെനിസ്വേലക്കാർ വേറെ എവിടെ അർജന്റീനയിലോ ബ്രസീലിലോ കണ്ട് കിടന്ന് ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ മതി. ഇതൊക്കെ ഉള്ളതാണോ എന്തോ ആണോ? ഇവിടെയൊക്കെ പ്രശ്നം എന്താണോ നമുക്കറിയത്തില്ല. അവരുടെ കാര്യം എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. ഞാൻ ഇപ്പോഴും അറിഞ്ഞേ ഇങ്ങനെ വെനിസ്വേലയിൽ ഇത്ര ഓയിലുണ്ടെന്നൊക്കെ. ഇയാൾ നേരത്തെ അറിഞ്ഞെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ ഈ വെനിസ്വേലയെ പറ്റി? ഇപ്പൊ ഈ അടി നടന്നില്ല. അതേലെ അയാളുടെ പേരിന്റെ മുട്രോയോ എന്തോ ഒരു പേര്, ഇവനെയൊക്കെ അറിയാമോ? അയാളെ പോലും അറിയത്തില്ല ഇവിടെ ഉള്ളവർക്ക്. അപ്പോഴാണ് ഇവനാരാ എനിക്കറിയത്തില്ല സത്യമായിട്ടും. വെനിസ്വേലയുടെ പ്രധാന എനിക്കൊരു അറിവില്ല. വെനിസ്വേല എന്ന രാജ്യത്തെ പറ്റി കേട്ടിട്ടുള്ള, അല്ലാതെ വെനിസ്വേലയെ പറ്റി എനിക്കൊന്നും അറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ അവിടെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇനി അത് പഠിക്കാൻ പോവാണ് എല്ലാവരുടെ. കുറെ സമയം പോകും. ഇവിടെ ഈ ചുറ്റുവട്ടത്ത് ഞാൻ പറഞ്ഞില്ലേ, നിന്റെയൊക്കെ ചുറ്റുപാടൊന്ന് നോക്കുക. വീടിന്റെ പറമ്പിലോട്ട് ഇറങ്ങി ഒന്ന് നോക്ക്.
എനിക്കാണെങ്കിൽ മുറിയൊക്കെ വൃത്തിയാക്കണം, പൊടി പിടിച്ച് കിടക്കുക. അതെങ്കിലും നടക്കട്ടെ. ഈ മൈരന്മാർക്ക് വേറെ പണിയൊന്നുമില്ല. ഇവൻ്റെയൊക്കെ വീടെങ്കിലും വൃത്തിയാണോ എന്ന് നോക്കണ പോയിട്ട്. എനിക്കായാലും പൊടിയോ ഭയങ്കര തുമ്മലൊക്കെ വന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ തൂത്ത് ഉടയ്ക്കേണ്ട ദിവസമായി. പൊടിയുണ്ട് ഉത്തലൊക്കെ. അതൊക്കെ എൻ്റെ ഇന്നത്തെ പണി. പിന്നെ നമുക്കിവിടെ ലോക്കൽ ഇഷ്ടം പോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെ ഉള്ളൂ ശ്രദ്ധിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അല്ലാതെ അവിടെ കിടന്ന് എന്തെങ്കിലും കാണിച്ചാൽ ഇവിടെ ഒരു മൈരും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്.